ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. യുവതീ പ്രവേശന വിഷയത്തിൽ ഉരുണ്ട് കളിച്ച CPM സത്യവാങ്മൂലം തിരുത്തി നൽകാൻ പിണറായി സർക്കാരിന് മേൽ സമ്മർദ്ദം ശക്തമാകുന്നു. എന്നാൽ കൃത്യമായ നിലപാട് പറയാൻ CPM-ഉം സർക്കാരും തയ്യാറാകുന്നില്ല. ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ നാളെ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് സർക്കാരിന്റെ ഈ ഒളിച്ചുകളി. വിവരങ്ങളുമായി MS വീണ ചേരുന്നുണ്ട്. വീണ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. എന്തായാലും സർക്കാരിന്റെ ഇരട്ട നിലപാട് നമ്മൾ ഈ കാര്യത്തിൽ കണ്ടതാണ്. അന്ന് ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ആചാര ലംഘനത്തിന് കുടപിടിച്ച അതേ സംസ്ഥാന സർക്കാരും അതേ CPM-ഉം എന്താണ് ഇന്ന് വർഷങ്ങൾക്കിപ്പുറം ഇതിൽ കൈമലർത്തി കാണിക്കുന്നത്, ഒളിച്ചുകളി തുടരുന്നത്? വീണ. അശ്വതി, ഇപ്പോഴും ആ ഒരു ഒളിച്ചുകളി തുടരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. 2018 നടന്നൊരു കാര്യം, അത് യുവതികളെ കയറ്റാൻ അന്ന് വലിയ തരത്തിൽ ആചാര ലംഘനത്തിന് മുന്നിട്ട് നിന്ന സർക്കാരാണ്. അത് കോടതിയുടെ ഉത്തരവ് പ്രകാരം ഞങ്ങളത് നടപ്പാക്കാൻ പോകുന്നു എന്നുള്ള വാദങ്ങളൊക്കെയാണ് നിരത്തിയത്. പിന്നീട് അങ്ങോട്ട് ഈ തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിലും സർക്കാരിന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടും ആ നിലപാട് മാറ്റുന്ന ചില പ്രഖ്യാപനങ്ങൾ പലതവണ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള വാക്കുകളാണ് പറയുന്നത്. ഭക്തരുടെ വികാരത്തെ ഞങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കുമെന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പോലും ഇപ്പോഴും ഒരു കൃത്യമായിട്ടുള്ള ഒരു നിലപാട് പറയുന്നില്ല എന്നുള്ളതാണ്. കോടതിയിൽ ചെല്ലുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു. എന്നാൽ പിന്നീട് ഈ തിരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടാണ് ഇതുവരെയും സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ശബരിമല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാം പരിശോധിക്കുമ്പോൾ സർക്കാരിന് മൊത്തത്തിൽ ഒരു തിരിച്ചടിയുടെ കാലം തന്നെയായിരുന്നു ഇക്കഴിഞ്ഞ നാളുകളിലൊക്കെ ഉണ്ടായിരുന്നത്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസ്, ആഗോള അയ്യപ്പ സംഗമം, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രതിക്കൂട്ടിലാകുന്നു, CPM-ന്റെ നേതാക്കളടക്കം പിടിയിലാകുന്നു. അവരെയൊക്കെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെ തുടരുന്നു. അതിന്റെ ഒടുവിൽ ഒരു ഉദാഹരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് MV ഗോവിന്ദൻ നടത്തിയിരിക്കുന്ന ഈ ഒരു പ്രതികരണത്തിൽ നിന്ന്, ആ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്, മാറാത്തത് എന്താണ് ഉള്ളത് എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ നിലപാടിൽ മാറ്റമുണ്ടാകുമോ, അത് കോടതിയിലടക്കം പറയുമോ, ആ ഒരു ചാഞ്ചാട്ടം കൃത്യമായി തുറന്നു പറയുവാൻ സർക്കാർ തയ്യാറാകുമോ എന്നുള്ളതാണ്. മറുപക്ഷത്ത് മുൻപ് സ്വീകരിച്ച നിലപാട് തന്നെ സ്വീകരിക്കുകയാണെങ്കിൽ ഭക്തരുടെ ഇടയിൽ നിന്ന് ഇനിയും സർക്കാരിനെതിരെയുള്ള ഒരു വിരുദ്ധത അല്ലെങ്കിൽ സർക്കാരിനോടുള്ള വിരോധത്തിന്റെ പ്രകടനങ്ങൾ വീണ്ടും ഉണ്ടാകുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇനി ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിക്ക് കാരണം ഈ ശബരിമല സ്വർണ്ണക്കവർച്ച വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടാണെന്ന് ഘടകകക്ഷിയായ CPI അടക്കം തുറന്നു പറഞ്ഞൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ശബരിമല വിഷയം തന്നെ, മറ്റൊരു വിഷയം തന്നെ ശബരിമലയിലേത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എടുക്കുന്ന നിലപാട് അത് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കും എന്നുള്ളത് ഉറപ്പാണ്. എന്തായിരിക്കും നാളെ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ വിഷയം എത്തുമ്പോൾ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട്? കൃത്യമായിട്ടുള്ളൊരു നിലപാട് അത് തുറന്ന് ജനങ്ങൾക്കിടയിലും ഭക്തർക്ക് മുന്നിലും പൊതുസമൂഹത്തിന് മുന്നിലുമൊക്കെ തുറന്നു പറയുവാൻ സർക്കാർ തയ്യാറാകുമോ എന്നുള്ളത് കൂടിയാണ് നമുക്ക് അറിയേണ്ടത്. ഇന്നിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി നടത്തിയിരിക്കുന്ന ഒരു പ്രതികരണം, അത് പാർട്ടിയുടെ പ്രതികരണമായി തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും. ആ ഒരു വിരുദ്ധത, അതായത് ഭക്തരെ വെല്ലുവിളിച്ചു കണ്ട് പലതവണ നടത്തിയ ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ വരും ദിവസങ്ങളിലും സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്കാകും ആ ഒരു കോടതിയിലടക്കം ഈ ഒരു വിഷയം എത്തുമ്പോൾ ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ വരും ദിവസങ്ങളിലും സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്കായിരിക്കും സാക്ഷ്യം വഹിക്കുക. അശ്വതി.